ഞാനൊരു പുതിയ വീഡിയോ ഇട്ട് വന്നേക്കുവാണ്. അപ്പോൾ നമ്മളിന്ന് കോളേജിൽ പഠിച്ചതിൻ്റെ നമ്മുടെ ഗ്രാജുവേഷനാണ് ഇന്ന്. രാവിലെ 8 മണിയായി. അവിടെ 8:30 ആകുമ്പോൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ കൂട്ടുകാരെ എല്ലാം വിളിച്ച് എല്ലാവരെയും പിക്ക് ചെയ്ത് ഇനി വരുമ്പോൾ സമയം പോകും ഗൈസ്. ഞാൻ എല്ലാം വഴിയെ കാണിച്ചു തരാം. അവിടെ ഫോണൊന്നും അലോഡ് അല്ലെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഇവിടെ അടുത്തൊരു ഹാളുണ്ട്, കൺവെൻഷൻ സെൻ്റർ ഉണ്ട്, അവിടെ വെച്ചാൽ പരിപാടി ഗ്രാജുവേഷൻ. നമ്മളൊരു ചെറിയ ഡിഗ്രിയൊക്കെ എടുത്തായിരുന്നു, അതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇനി കമ്പനിക്കാരെല്ലാം പോയി പിക്ക് ചെയ്യണം ഗൈസ്. സമയം പോയി, ഇപ്പം തന്നെ 8 മണി കഴിഞ്ഞു. 8:30 അവിടെ 8:30 അവിടെ കയറണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വേറൊരു കമ്പനിക്കാരുടെ അടുത്തോട്ട് പോയി. ഇനി എല്ലാവരും പോയി പിക്ക് ചെയ്യണം ഗൈസ്. ടൈമില്ല. എന്തെങ്കിലും കാണിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഞാൻ വ്ളോഗ് എന്തെങ്കിലും ഓപ്പൺ ചെയ്യാം. ഓക്കെ ഗൈസ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, പൊക്കിയേക്കാണ് ബിജു, പള്ളം ബിജു. നമ്മൾ വേറെ കമ്പനിക്കാരെ പൊക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് ഗ്രാജുവേഷൻ്റെ ആയിട്ട്. ഗ്രാജുവേഷൻ അല്ലേ? തോറ്റവർക്കും ജയിച്ചവർക്കും അല്ല. ഇവനൊക്കെ തോറ്റ്, ഞാൻ മാത്രമേ ജയിച്ചോളൂ ഗൈസ്. ഇവനൊക്കെ 8 നില പൊട്ടിയിട്ടിരിക്കുക ഗൈസ്. അടുത്ത കമ്പനിക്കാരവിടെ നിപ്പുണ്ട്. അബ്ലി ആൻഡ് ജോഷ് ഇവിടെ നിപ്പുണ്ട് ഗൈസ്. അടുത്ത കമ്പനിക്കാര് വന്നിട്ട് അബ്ലി ജോഷ്. ഇത് ബ്ലോഗാണ്. ഗ്രാജുവേഷന്റെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതാണ് എന്റെ ബ്ലോഗ്. ഇത് തന്നെ. സമയം വീണ്ടും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തനാണ് പരിക്കകത്ത് കയറിയിരിക്കുക ഗൈസ്. അവൻ ഇറങ്ങി വന്നില്ല. ഇതാ ഗൈസ് നമ്മളെ വണ്ടി എങ്ങനെയുണ്ട് ഗൈസ്? ഒരുത്തനെ വിളിക്കാൻ വന്നിട്ടുണ്ട്. അവൻ ഇതുവരെ കുളിച്ച് റെഡി ആയിട്ടില്ല. ഗൈസ് ഇത് അവന്റെ ഇവിടുത്തെ പോൾ വോക്കറിന്റെ കാറാണ് ഗൈസ്. ഇത് പൂന്തുരുത്ത് പോൾ വോക്കറാണ്. ഇതാണ് ഗൈസ് അവന്റെ വണ്ടി. ഗൈസ് അവനെ കാണുന്നില്ല ഗൈസ്. കാറിനടിക്കുക അവനെ കാണുന്നില്ല. ഇതുവരെ ആരും ഇല്ലെന്ന് തോന്നുന്നു. എന്താണ് നിങ്ങൾക്ക് എന്റെ വ്ളോഗിനകത്ത് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? വളരെ നല്ല വ്ളോഗാണ്. അബ്ലി എത്ര സപ്ലി ബാക്കി കിടപ്പുണ്ട്? പോ ഗ്രാജുവേഷൻ പോകാൻ നമ്മൾ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രണവ് ഭയങ്കര ടെൻഷനിലാണ്. പ്രണവ് ഗ്രാജുവേഷന് വരികയാണ്. 5-8 വിഷയത്തിലാണ്. പ്രണവ് ഇവിടെ ഇറക്കേണ്ടി വരും ചിലപ്പോ. ചേട്ടൻ ഫ്രണ്ട് പോകുന്നുണ്ട്. ഇതിപ്പോ യൂട്യൂബാ ഫോൺ ചെയ്തിരിക്കുന്നു. യൂട്യൂബ് ഇങ്ങനെ വന്ന ഇൻസ്റ്റാഗ്രാം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. 9 മണിയായി. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഫോണൊന്നും കയറ്റാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞേ. നമുക്ക് നോക്കാം, അവിടെ ചെന്നിട്ട് നോക്കാം. ഓക്കെ, സെന്ററിന്റെ ഇവിടെ എത്തിയേക്കുവാണ്. നമ്മൾ ഇവിടെയാണ് പരിപാടി നടക്കുന്നത്. ഗൈസ് നമ്മള് ഗ്രാജുവേഷൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ് ഗൈസ്. നമ്മള് ഹാളിൽ വന്നേക്കുവാണ് ഗൈസ്. ഇതൊക്കെയാണ് ഗൈസ് തൊപ്പി. ചേർന്ന് ഇവിടെ നിൽപ്പുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് എല്ലാവരും കോസ്റ്റ്യൂം റെഡി ആയിട്ട് നിൽക്കുവാണ്. നമ്മളത് ഹാളിന്റെ അടുത്ത് തന്നെയാണ് ആണ് ഗൈസ്. ഗവർണർ വരുന്നുണ്ട് ഗൈസ്. ഗൈസ് ഞങ്ങൾ ഗോകുൽ സാർ ഇതിനകത്തുണ്ട്. ഗോകുൽ സാർ ഗൈസ് ആദ്യം ഇവരുടെ ഗ്രാജുവേഷനാണ്. ഇവർക്കും ഗ്രാജുവേഷൻ പിന്നെ പുറകെ ഇറങ്ങി. പ്രൈസ് കൊടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയുന്നില്ല. ഇവിടെ I would also like to mention an award that Mr. K.R. Aravind received, who is an associate. ഇവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരും കൂടെ കഴിഞ്ഞ് ഇനി നമ്മളായിരിക്കും അടുത്ത് കയറുന്നത്. ഗൈസ് കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് എടുക്കാം. നമ്മുടെ ഫ്രണ്ട് വേറെ യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ട്. അവിടെ ഞാൻ പൊട്ടിയിരിക്കുന്നത് ആ ചാനൽ എന്നെ കിട്ടായിരിക്കും. അത് ഫ്രണ്ട് ഒരു ചാനൽ വന്നിട്ടുണ്ട് ഗൈസ്. ഒരു ഓൺലൈൻ വീഡിയോ അവിടെ വന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുവാണ്. സ്റ്റേജിൽ കയറേണ്ടവര് തട്ടി വീഴൂ.
വീടെടുത്ത് പോണേ വീടെടുത്ത് Alan Bochi. നമ്മൾ കാശുള്ളവന്മാരാണോ മേടിക്കുന്നത്? എന്നെ കിട്ടിയേക്കുന്നത് നമുക്ക് കാണാതെ പഠിക്കണം പഠിക്കണം. ഇത് മൊത്തം കാണാൻ പഠിച്ചിട്ട് ഞാൻ കട്ടിയാണ് ഞാൻ ഇനി കേറുന്നില്ല. എന്താണ് പറയാനുള്ളത് ഇത്? പിന്നെ നിഖിൽ ടൊമാറ്റോ എന്താണ് പറയാനുള്ളത്? ടൊമാറ്റോ പോയി കമോൺ. ഓ ഗ്രാജുവേറ്റ് എല്ലാം ഗ്രാജുവേറ്റ് ആയി. ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിപ്പുണ്ട്. അബുസാക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നീ ഇപ്പഴേ പൈസ വാങ്ങിക്കണം. 5000 രൂപ വെച്ചിട്ട് എനിക്ക് ഇത്ര നാളെ കഴിയുമ്പോൾ 100K ഫോളോവേഴ്സ്. അങ്ങനെ നമ്മൾ ഇവന്റെ ഒരു പരസ്യം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള പരിപാടി. അതെ, ഞങ്ങളെ 100K ഫോളോവേഴ്സ് ഉടനെ ആവും. 1000 നിൽക്കുന്നേ ഉള്ളൂ. 100K ആവും. അപ്പൊ പൈസ ഇപ്പഴേ മേടിക്കും. അഡ്വാൻസ് വാങ്ങിക്കുക. എഗ്രിമെന്റ് 15,000 രൂപ വീഡിയോ ഇപ്പഴേ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ കൊണ്ട് സഹകരിക്കുക. ഇതേ ഉള്ളു ഇപ്പൊ പറയാം. ഈ നിമിഷത്തിൽ എനിക്ക് ഇതേ ഉള്ളു പറയാം. ഞാൻ അടുത്ത വക്കീൽ. ഓക്കെ ഓക്കെ. I solemnly pledge that honesty, നമ്മളെല്ലാവരും സ്റ്റേജിൽ നിൽക്കുവാണ്. നമ്മളെ കാർ എടുക്കുന്നില്ല, ഒരു അനക്കവും ഇല്ല. കാറ് താക്കോല് തിരിച്ചിട്ടൊന്നും അനങ്ങുന്നില്ല ഗൈസ്. എന്നെ പറ്റിയെന്നൊന്നും ഒരു പിടുത്തില്ല. വർക്ക്ഷോപ്പിൽ നിന്ന് മെക്കാനിക്കിനെ വിളിച്ചിട്ടുണ്ട്. മെക്കാനിക്കിന് കാരണം അമ്മാരെല്ലാം താഴെ നിൽപ്പുണ്ട്. വണ്ടിക്ക് ഒരു അനക്കവും ഇല്ല. എന്നാ പറ്റിയോ? ഇതുവരെ എന്നെ വഴി കടത്തിയിട്ടില്ലാത്ത വണ്ടിയാണ്. ഇപ്പം എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. നമ്മൾ വണ്ടി എടുക്കുന്നില്ല. ആണെങ്കിലും എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ ഗൈസ്. ഓ ഗൈസ്, വണ്ടിക്ക് നല്ല പോസ്റ്റ് കിട്ടി ഗൈസ്. ഒരു പിടിയില്ല, വണ്ടിയെല്ലാം പോച്ച് ഗൈസ്. നല്ല എണ്ണം പിടിച്ചന്മാരാ ഗൈസ് കൂടെ ഉള്ളമാര്. വണ്ടി ഇതുവരെ വഴി കടന്നിട്ടില്ല, ആദ്യമായിട്ടാ. ഓ ഗൈസ്, പെട്ടിരിക്കുക ഗൈസ്. വണ്ടി ചാട്ടാവുന്നില്ല. ചാട്ടാവോ? ചാട്ടാവത്തില്ല. ചാട്ടാവോ? എന്തോ കാര്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. ട്യൂൺ ചെയ്യുന്നതാണ്. താക്കോലി കൊണ്ട് കളഞ്ഞു കായ്. സത്യമല്ലേ, ഒരു അനക്കം വരുന്നുണ്ടല്ലേ. മൊത്തം പണി കിട്ടി. വണ്ടി മൊത്തം ചെയ്തോണ്ടിരിക്കുക. പൈസ വണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയാവുന്നൊക്കെ കണ്ടറിയാം. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. എല്ലാവരും പോസ്റ്റാണ് മൊത്തത്തിൽ. നമ്മുടെ വണ്ടി ചാട്ടായി. എത്ര നേരം നോക്കിയിരുന്നേ. ഓ ഗൈസ്, വണ്ടി ചാട്ടായി. കാത്തിരുന്ന നിമിഷം ഇത് ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഓണാകുമ്പോൾ നോക്കാം ഒന്നുകൂടെ. നമ്മുടെ വണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറെ നേരത്തെ പ്രയത്നത്തിൽ കുറെ പേരൊക്കെ വന്ന് എന്തൊക്കെ കാണിച്ച് വണ്ടി എന്തൊക്കെ സെറ്റ് ചെയ്ത് വണ്ടിയുടെ താക്കോല് താഴെ പോയിട്ട് വണ്ടിയുടെ താക്കോലിനകത്തൊരു ചിപ്പ് പോയി ഗൈസ്. ഇതാണ് നടന്നത്. കൂട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ചിപ്പ് താഴെ പോയി. ആ ചിപ്പ് നിലത്തിട്ട് കുറേ പേര് ചവിട്ടി. അത് നമ്മൾ കണ്ടില്ല. പിന്നെ വണ്ടിയുടെ മെക്കാനിക്ക് വന്നപ്പോഴേ ഇതിനകത്തൊരു ചിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, കീ സെറ്റിൻ്റെ അകത്ത്. പിന്നെ അത് പോയി കണ്ടുപിടിച്ചിട്ടൊക്കെ വന്ന് സാധനം ഇട്ട് എന്തൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായി. കാണിച്ചു തരാം ഞാൻ. സ്റ്റാർട്ടായി ഗൈസ്. എല്ലാം ഓക്കെയാണ്. കൂട്ടുകാരെല്ലാം വീട്ടിൽ പോയി. എല്ലാവരും കൊണ്ട് ചാടിച്ച് നമ്മൾ വീട്ടിൽ പോവാണ്. ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ഒരു ഗ്രാജുവേഷന് പോയതാ ഗൈസ്. എന്ത് ചെയ്യാനെന്ന് പറ. 2,500 രൂപ പോയി ഗൈസ്. അങ്ങനെ ഒറ്റപ്പോക്ക് പോയതാ. എന്നാ ചെയ്യാനാ? വണ്ടിയൊക്കെ ആകുമ്പോഴില്ല. വണ്ടി നമുക്ക് അങ്ങനെ കളയാൻ പറ്റും, നന്നാക്കി തന്നെ എടുക്കണം. അപ്പോൾ ഇപ്പോൾ സെൻട്രലൊക്കെ വർക്ക് ആകത്തില്ല. അതിന് പ്രോഗ്രാം ചെയ്യും. മൊത്തം സെൻസർ ആയതുകൊണ്ട് അവരാ മറ്റേ ടാബൊക്കെ ആയിട്ട് വന്ന് കുത്തി ഇതൊക്കെ നടക്കത്തുള്ളൂ. വണ്ടി സ്റ്റാർട്ടാവും. വലിയ ആശ്വാസം. എല്ലാവരെയും കൊണ്ട് ഇറക്കിയല്ലോ. കമ്പനിക്കാരെല്ലാം പോയി.
ഞാൻ ഇതോടെ വീട്ടിൽ പോകും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. 2 ദിവസത്തെ വ്ളോഗും ഭയങ്കര ശോകമാണെന്നറിയാം. നമുക്ക് എന്നാ ചെയ്യാം, നമ്മുടെ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ഇന്ന് ഗ്രാജുവേഷൻ്റെ രാവിലെ പോയതാ ഗൈസ്. അവിടെ ചെന്ന് ഉച്ചയാകുമ്പോൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് പോകാൻ ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് നടുക്കൂട്ട് നേരെ താക്കോലെടുത്തപ്പോൾ താക്കോൽ പോക്കി താഴെ. അങ്ങനെ താക്കോലിനകത്തൊന്ന് ചിപ്പ് പോയി. ഈ ചിപ്പ് എന്തറിയാം, ഞങ്ങൾ അന്നേരം തന്നെ താക്കോൽ വെച്ച് അടുത്ത് അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കി, വണ്ടി സ്റ്റാർട്ട്. പിന്നെ മെക്കാനിക്കിനെ വിളിച്ചാൽ അവരെ കൊണ്ട് പറ്റത്തില്ല എന്ന് വേറൊരു പുള്ളി വന്ന് എല്ലാം സെറ്റ് ചെയ്ത് വേറെ ചിപ്പിട്ട് ഒരു 10,000-2,500 രൂപ പോയി ഗൈസ്. അതാണ്. സെൻട്രൽ ലോക്ക് ഇനി റെഡിയാക്കണം, പിന്നെയും പൈസ വേണം. സെൻട്രൽ ലോക്ക് റെഡിയാക്കിയില്ല. സെൻട്രൽ ലോക്ക് റെഡിയാക്കണം. നമ്മുടെ ഒരു മെക്കാനിക് ഉണ്ട്, പുള്ളി എടുത്ത് പോയി നോക്കണം. ഇതൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. വേറൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.